ആധുനിക യുദ്ധതന്ത്രങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മിസൈലുകളും റോക്കറ്റുകളും പോലെ പുതിയ തലമുറയിൽപ്പെട്ട ഡ്രോണുകൾ സൃഷ്ടിക്കുന്ന ഭീഷണികളും വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള പുതിയൊരു ആയുധവുമായി ഇസ്രായേൽ മുന്നോട്ട് വരുന്നത്. അയൺ ബീം എന്ന ലേസർ പ്രതിരോധ സംവിധാനം. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പ്രകാശത്തിന്റെ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈലന്റ് കില്ലർ ആണ്. ഇസ്രായേലിന്റെ പ്രതിരോധ രംഗത്ത് ഇതിനോടകം തന്നെ അറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. എന്നാൽ അയൺ ഡോമിന് ഒരു ലക്ഷ്യം നശിപ്പിക്കാൻ ഏകദേശം $50,000 മുകളിലാണ് ചെലവ് വരുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിക്കും. ഈ വെല്ലുവിളിയെ മറികടക്കാനാണ് അയൺ ബീം വികസിപ്പിച്ചത്. ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇതിന്റെ പ്രവർത്തന ചെലവ് വളരെ കുറവാണ്. ഓരോ ആക്രമണത്തിനും ഏതാനും ഡോളറുകൾ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. അയൺ ബീം ഒരു മിസൈലിന്റെയോ റോക്കറ്റിന്റെയോ സഞ്ചാരപാതയിൽ ഒരു പ്രത്യേക പോയിന്റിൽ അതിശക്തമായ ലേസർ രശ്മി കേന്ദ്രീകരിപ്പിച്ച് ലക്ഷ്യത്തെ നിമിഷങ്ങൾക്കകം കത്തിച്ചു കളയുന്നു. ഇത് ഒരു വെടിയുണ്ടയുടെ വേഗതയേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സമീപത്തു നിന്നുള്ള ആക്രമണങ്ങളെപ്പോലും ഫലപ്രദമായി തടയാൻ ഇതിന് കഴിയും. ഇസ്രയേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് എന്ന കമ്പനിയാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. ലേസർ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണിത്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഊർജം വൈദ്യുതിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലഭ്യമായിരിക്കുന്നിടത്തോളം കാലം മിസൈലുകളുടെ എണ്ണത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ തുടർച്ചയായി പ്രതിരോധം തീർക്കാൻ കഴിയും. എങ്കിലും ഈ സാങ്കേതിക വിദ്യയ്ക്ക് ചില പരിമിതികളുണ്ട്. കനത്ത മഴ, മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മേഘാവൃതമായ അന്തരീക്ഷം എന്നിവ ലേസർ രശ്മികളുടെ ശക്തി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അയൺ ബീം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാത്ത ഒരു അവസ്ഥയുണ്ടാകാം. ഈ വെല്ലുവിളികളെ മറികടക്കാനുള്ള ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അയൺ ബീം അയൺ ഡോമിന് ഒരു പകരക്കാരനല്ല, മറിച്ച് ഒരു കൂട്ടിച്ചേർക്കലാണ്. വലിയ മിസൈലുകൾ അല്ലെങ്കിൽ ദൂരപരിധി കൂടുതലുള്ള ഭീഷണികൾ തടയാൻ അയൺ ഡോമും ഡേവിഡ് സ്ലിംഗും പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും. അതേസമയം ചെലവ് കുറഞ്ഞതും സമീപത്തു നിന്നുള്ളതുമായ ഡ്രോണുകൾ, റോക്കറ്റുകൾ, മോട്ടോർ ഷെല്ലുകൾ എന്നിവയെ അയൺ ബീം ഉപയോഗിച്ച് നശിപ്പിക്കാം. ഈ രണ്ട് പ്രതിരോധ സംവിധാനങ്ങളും ഒരേ സമയം പ്രവർത്തിപ്പിക്കുമ്പോൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തവും ചെലവ് കുറഞ്ഞതുമാകും. ഭാവിയിൽ യുദ്ധരംഗത്ത് ലേസർ ആയുധങ്ങൾ ഒരു സാധാരണ കാഴ്ചയായി മാറാൻ സാധ്യതയുണ്ട്. ആ മുന്നേറ്റത്തിലെ ആദ്യത്തെ പ്രധാന ചുവടുവെപ്പുകളിലൊന്നാണ് അയൺ ബീം.